വടകരയിൽ അംഗം മുറുകയാണ്. എല്ലായിടത്തും അംഗം മുറുകയാണ്. പക്ഷെ വടകരയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നിയമസഭയിലെ രണ്ട് MLA മാർ തമ്മിലുള്ള ഒരു ലോക്സഭാ മത്സരമാണ് വടകരയിലെ പ്രത്യേകത. ഒന്ന് ശൈലജ, രണ്ട് ഷാഫി പറമ്പിൽ. ആര് ജയിച്ചാലും ഉപതെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അതാണ് വടകരയിലെ പോരാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. രണ്ട് കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായിരുന്നു. വടകരയിൽ കാണിച്ച ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വടകര ശക്തമായി മുരളീധരൻ്റെ കൂടെ നിന്ന ഒരു പൊന്നാപുരം കോട്ടയായിട്ട് നിന്നായിരുന്നു. ഒരു 6 മാസം മുമ്പ് വരെ മുരളീധരനും പറഞ്ഞു എൻ്റെ സ്വന്തം കോട്ടയാണ്. 6 ദിവസം മുമ്പ് പറഞ്ഞു ഇദ്ദേഹം ഞാൻ എല്ലാ പ്രവർത്തനവും ചെയ്തു എന്ന്. എന്നിട്ട് അവിടുന്ന് 3.5 ലക്ഷം പോസ്റ്റർ അടിച്ച പ്രതാപൻ്റെ നാട്ടിൽ തൃശ്ശൂരിലേക്ക് ചെന്നിട്ട് അവിടെ മുരളീധരൻ മത്സരിക്കുകയും ഷാഫി പറമ്പിൽ വടകരയ്ക്ക് എത്തുകയും ചെയ്തു. ഷാഫി എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. കാരണം കേരളം മൊത്തം മുഖ്യമന്ത്രിയാവാൻ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് കരുതപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആക്കാമായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയും മറ്റ് മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞൊരു പേരായിരുന്നു ശൈലജ ടീച്ചറിൻ്റെ. ഉയർച്ചയും വിജയവും CPM-ന് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ കേരളത്തിലുള്ള CPM-കാർക്ക് ഉണ്ട് താനും. പിന്നെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശൈലജ ടീച്ചറാണ്. അപ്പോൾ അവരാണ് അവിടെ മത്സരിക്കുന്നത്. അവരെ വെല്ലാനായിട്ട് ഷാഫി എത്തും. അതെ. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ മുൻതൂക്കം കൊടുക്കുന്നത് ഷാഫി പറമ്പിലിന് തന്നെയാണ്. ഒന്ന്, ഇപ്പോൾ ഇവർ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ലോക്സഭയിലേക്ക് എത്തുമ്പോൾ വടകര എങ്ങനെ അതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു UDF അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മുല്ലപ്പള്ളി ജയിച്ചു, അത് കഴിഞ്ഞിട്ട് മുരളീധരൻ വന്നു, ഇപ്പോൾ ഷാഫിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി. അവിടെ ഈ പ്രഖ്യാപനം CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഹൈക്കോടതി TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട അതെ. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്താണ്. പിന്നെ വടകരയിൽ ഈ വിഷയം എന്ന് പറയുന്നത് വളരെ വൈകാരികമായ വിഷയം തന്നെയാണ്. അവിടെ UDF-ന് വേണ്ടി ജയിച്ചത്, RMP ആയിട്ട് വടകരയിൽ ജയിച്ചത്. അപ്പോൾ ഇതൊരു കാര്യം. രണ്ട്, അവിടെ മുസ്ലിം ലീഗിന് കൃത്യമായൊരു ബെൽറ്റുള്ള, മുസ്ലിം ലീഗിന്റെ ബെൽറ്റുള്ള ഒരു മണ്ഡലമാണ്. അത് ഷാഫി കൂടി എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു യൂത്ത് ലീഗിനൊക്കെ കുറച്ച് എനർജറ്റിക് ആയിട്ട് അവിടെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു കോൺഗ്രസിലേക്ക് ചായ്വുള്ള ഒരുപാട് മുസ്ലിംസ് ഉള്ള സ്ഥലമാണ്. പിന്നെ ഒരു യുവത്വത്തോടുള്ളൊരു ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ പുതിയ തലമുറ കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കാനാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ഇപ്പൊ താല്പര്യം. ഗംഭീര സ്വീകരണമായിരുന്നു ഷാഫിക്ക് കിട്ടിയത്. ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഷാഫി വടകര കയ്യിലെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവിടെ കഴിഞ്ഞ ദിവസം. അദ്ദേഹം TP ചന്ദ്രശേഖരന്റെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വരുന്നു. കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയോട് കൂടിയാണ് ഷാഫിയുടെ ഒരു എൻട്രി എന്ന് പറയുന്നത്. പിന്നെ ഷാഫി എന്ന് പറയുന്ന ഷാഫി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഡീപ്പായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ കൂടെ ആണെങ്കിലും പ്രതിപക്ഷത്തിന്റെ മൊത്തം സമരത്തിന്റെ മുമ്പിൽ ഉണ്ടാവാറുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ പരിപാടികളുടെ മുമ്പിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു MLA ആണ് അദ്ദേഹം. അല്ലാതെ പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പലരുടെ തോപ്പിച്ച് പാലക്കാട് MLA ആയ ആളാണ്. പക്ഷേ പാലക്കാടും വടകരയും തമ്മിലുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. വടകരയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാവും എന്നുള്ളതൊരു ചോദ്യമുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ മുരളീധരൻ അവിടെ മാറ്റിയെങ്കിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി നമ്മുടെ ഷാഫി പറമ്പിലാണ്. ഈ ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ അവിടെ സ്ത്രീ പക്ഷ സ്ഥാനാർത്ഥിയെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബഹളം ഉണ്ടാക്കി, അറിയാലോ, ഷമാ മുഹമ്മദ്. അവരൊരു ക്ഷമയില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഷാഫിയിലും ഷമിയിലും ഷായ് ഉണ്ടെങ്കിലും ഷാഫിയുടെ ഷായുടെ അത്രയും ഷമിയുടെ ഷാ വരില്ല എന്നുള്ളതാണ് വടകരയുടെ ഒരു ഡീപ്പായിട്ട് ഇവർക്ക് എത്താൻ പറ്റില്ല. വടകരയിൽ നല്ല കേരളത്തിൽ എവിടെ നിന്നാലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഷാഫി പറമ്പലിന്റെ അത്ര ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയ്ക്ക് പരിചയം ഉണ്ടാവില്ല. അത് മാത്രമല്ല, അവരുടെ ചാനൽ ചർച്ചയിൽ അവർക്ക് കിട്ടുന്ന ചില മറുപടികളൊക്കെ മാത്രം ഇട്ടാൽ മതി. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 8-10 തോറ്റു കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റു. ആ അവസ്ഥയിലാണ് അവരുടെ രീതി. ഇനി ഷാഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാഫിക്കുള്ള വേറൊരു മേൽക്കൈ ഈ ഹമാസ് ഭീകരർ എന്ന് വിളിച്ച ഒരു ശൈലജ ടീച്ചറാണ് ഇവിടെ നിൽക്കുന്നത്. അവിടത്തേക്ക് ഷാഫി പറമ്പിൽ എന്ന യുവാക്കളുടെ ഹരമായി മാറിയ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ വരുന്നു എന്ന് പറയുന്നിടത്ത് ഷാഫിക്ക് ഒരു മേൽക്കൈ കൂടി കൂടുതലാണ്. പിന്നെ ടീച്ചറമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാനൊക്കെ കൊള്ളാം.
പക്ഷേ അവരൊരു MP ആക്കാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ഒരു അതെ, അതിലേക്കൊക്കെ ചെന്ന് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്ര കണ്ട് ഉണ്ടാവുമോ, സ്വീകാര്യമാവുമോ എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതുകൊണ്ടും ശൈലജ ടീച്ചർ എന്ന് വെച്ചാൽ ആളുകളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, ഒരുപാട് പേർക്ക് ആവേശമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. ഒരു മന്ത്രിയായിരുന്ന സമയത്ത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അതിഗംഭീരം തന്നെയായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊഴണം അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു മേൽക്കൈ അവർക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു ലോക്സഭയിലേക്ക് ഒരു ഇലക്ഷൻ വരുമ്പോൾ അത് ആളുകൾ കൃത്യമായ രീതിയിൽ കണക്കൂട്ടും. അപ്പോൾ ഷാഫി തന്നെ അവിടെ കറക്റ്റായിരുന്നു. മുരളീധരൻ പോയാൽ അവിടെ ഷാഫി തന്നെയായിരുന്നു വേണ്ടത്. ഷാഫി കോൺഗ്രസ്സുകാർക്ക് കൊണ്ടുവരാൻ പറ്റി. അതെ. അപ്പോൾ ഷാഫി എല്ലാ രീതിയിലും ഈ ചൂടത്തും ഈ വെയിലത്തും ഒരു ക്ഷീണവുമില്ലാതെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഷാഫിക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു മേൽക്കൈ ഇപ്പോഴത്തെ പ്രഖ്യാപനം 3 പേരുടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു എന്നാണ് എൻ്റെ അറിവ്. അതിൽ ഒന്ന് മേൽക്കൈ ഷാഫിക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വടകരയിലെ അംഗം കാത്തിരുന്ന് കാണാം. മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.